വീണ്ടും ചേരുകയാണ് അപ്ഡേഷനുമായി. സുപ്രധാനമായ ഒരു അറിയിപ്പുണ്ട്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വെടിനിർത്തൽ സ്ഥിരീകരിച്ചിരിക്കുന്നു. അവരുടെ വിദേശകാര്യമന്ത്രി തന്നെ ഇത് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ട്രംപ് ആദ്യം ഇന്ത്യയും പാകിസ്ഥാനും സമ്മതിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. പാകിസ്ഥാൻ ഇപ്പോൾ ഇനി സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇനി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള സ്ഥിരീകരണമാണ് വരേണ്ടത്. അല്പസമയത്തുള്ളിൽ തന്നെ ആ സ്ഥിരീകരണം വരും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ട്രംപിന്റെ വാക്കുകൾ ശരിയാണ്. അങ്ങനെ ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു എന്നത് വേണം ഇപ്പോൾ കണക്കാക്കാൻ. ഇനി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗികമായ സ്ഥിരീകരണമാണ് വരേണ്ടത്. അല്പസമയത്തുള്ളിൽ തന്നെ അത് ഉണ്ടാവും എന്നും പ്രതീക്ഷിക്കുന്നു. കിരൺ, പാകിസ്ഥാൻ വെടിനിർത്തൽ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് മറ്റൊരു എസ്കലേഷൻ ആഗ്രഹമില്ല എന്ന് ഇതിനോടകം തന്നെ സമ്മതിച്ചിട്ടുള്ളതാണല്ലോ. അതെ, അത് ഉറപ്പാണ്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നായിരുന്നു അത് ഉണ്ടാവേണ്ടത്. ഇന്ത്യ നിലപാട് തുടക്കം മുതൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യ ഏതു സമയവും അങ്ങനെ ഒരു വെടിനിർത്തലിന് അല്ലെങ്കിൽ ഏതു സമയവും ഇന്ത്യ സമാധാനത്തിന് തയ്യാറാണ്. ഇനി അറ്റാക്ക് ചെയ്യില്ല, ആദ്യം ഇന്ത്യ അറ്റാക്ക് ചെയ്യില്ല എന്നൊരു നിലപാടാണ്. ആദ്യ അറ്റാക്കിന് ശേഷവും രണ്ടാമത്തെ പ്രത്യാക്രമണത്തിന് ശേഷവും മൂന്നാമത്തെ പ്രത്യാക്രമണത്തിന് ശേഷവും ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയത്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നാണ് അത്തരത്തിൽ പ്രകോപനപരമായ നിലപാടുകൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ ഒരു വെടിനിർത്തലിന് ഉടൻ തന്നെയുള്ള വെടിനിർത്തൽ അംഗീകരിച്ചിരിക്കുന്നു. ആദ്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുന്നു, പിന്നീട് പാകിസ്ഥാൻ പ്രഖ്യാപിക്കുന്നു. ഇതിനു മുന്നോടിയാവണം ഇന്ത്യ ഇങ്ങനെ ഒരു ഉപാധി വെച്ചത്. ഇനി ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ അതിനെ ഇന്ത്യക്കെതിരായ യുദ്ധമായി കണക്കാക്കുമെന്നും 24 മണിക്കൂറിനുള്ളിൽ തിരിച്ചടി ഉണ്ടാവുമെന്നും അത് ഈ വെടിനിർത്തൽ അംഗീകരിക്കുന്നതിനുള്ള മുന്നോടിയായിട്ടുള്ള ഉപാധിയായിട്ടാണ് ഇന്ത്യ വെച്ചത് എന്ന് വേണം നമുക്ക് ഇപ്പോൾ കണക്കാക്കാൻ. എന്തായാലും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗികമായ എന്താണ് ഇന്ത്യ പറയാൻ പോകുന്നതെന്ന് അല്പസമയത്തുള്ളിൽ തന്നെ അറിയാൻ കഴിയും. ശരി, എന്തായാലും ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നതിന്റെ കൃത്യമായ വിവരങ്ങളാണ് വരുന്നത്. പാകിസ്ഥാൻ അത് അംഗീകരിച്ചിരിക്കുന്നു എന്നുകൂടി വരുമ്പോൾ ഇന്ത്യ ഒരു എസ്കലേഷൻ ആഗ്രഹിക്കുന്നില്ല എന്നത് വളരെ വ്യക്തമായി പല സന്ദർഭങ്ങളിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, കൂടുതൽ സ്ഥിരീകരണമാണോ പാകിസ്ഥാന്റെ പ്രതികരണം? ആ രീതിയിൽ വേണം കാണേണ്ടത്. an act of terror is an act of war എന്ന ഇന്ത്യയുടെ പ്രസ്താവന, നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് വന്ന പ്രസ്താവന ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇനി ഏതെങ്കിലും കാരണവശാൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഒരു യുദ്ധസമാനമായ ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ ഇനി അത് യാതൊരു രീതിയിലും ക്ഷമിക്കാൻ ഉണ്ടാവില്ല ഭാരതം എന്ന ഒരു സ്ഥിരീകരണം തന്നെയാണ് ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. അതിനുള്ള ഔപചാരികമായ സ്ഥിരീകരണം ഒരുപക്ഷെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അറിയാൻ സാധിക്കുമായിരിക്കണം. കാരണം പത്രസമ്മേളനം ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്ന ഒരു തിരക്കിലാണ് ഇന്ത്യയുടെ ഔദ്യോഗിക സംവിധാനം. അതുകൊണ്ട് ആ ഒരു സ്ഥിരീകരണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വരാതെ ട്രംപിന്റെ ട്വീറ്റ് മാത്രം വെച്ചുകൊണ്ട് ചില നിഗമനങ്ങളിൽ എത്താൻ നമുക്ക് സാധിക്കുമെന്നല്ലാതെ കാര്യമായി ഒരു വസ്തുതാപരമായി നമുക്ക് പറയാനാവില്ല. ട്രംപ് വെറും ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചത് മാത്രമാകാനും സാധ്യതയുണ്ട്. കാരണം അതൊരു ഡി എസ്കലേഷൻ എന്നത് ഇന്ത്യയുടെ ഒരു നയം തന്നെയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എസ്കലേഷൻ ആവശ്യമില്ല, എസ്കലേഷൻ നമ്മുടെ നയവുമല്ല. അതേസമയം പാകിസ്ഥാൻ ട്രംപിന്റെ നിർദ്ദേശം അനുസരിച്ചു എന്ന് പറയുമ്പോൾ പാകിസ്ഥാനും ഒരു മുഖം രക്ഷിക്കൽ ആവശ്യമായി വരുന്നു എന്ന് വേണം കാണാൻ. അതുകൊണ്ടാണ് ട്രംപ് ഒരു ഇനിഷ്യേറ്റീവ് ഇൻഡയറക്ട്ലി തന്റെ ദൂതന്മാർ വഴി ഇനിഷ്യേറ്റീവ് എടുത്തു. ഈ സമയമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടക്കുന്ന സമയത്തൊക്കെ അമേരിക്കയുടെ ഒരു നയതന്ത്ര കരം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. നിരന്തരമായ ചർച്ചകൾ ബാക്ക്ഡോറിൽ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അതിന്റെ പൂർത്തീകരണമാണ് ഒരുപക്ഷെ ഈ ട്വീറ്റിന്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഔപചാരികമായ സ്ഥിരീകരണം ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വരാതെ ഇന്ത്യ വെടിനിർത്തലിന് സമ്മതിച്ചു എന്ന ഒരു കാര്യം പറയുക നമ്മളെ കൊണ്ട് സാധ്യമല്ല. കാരണം രാജ്യം ഔദ്യോഗികമായി പറയുക, അറിയിക്കുക, അതിനുശേഷം മാത്രമേ നമുക്ക് അത്തരം ഒരു നിലപാടെടുക്കാൻ പറ്റൂ. പക്ഷെ നോക്കൂ, ഇവിടെ നിർണായക ഇടപെടലുകൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. സൗദിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. പാകിസ്ഥാൻ അതിനുശേഷം DGMOയുമായി സംസാരിച്ചു എന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. അവിടെ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്ന ഒരു കാര്യമാണ് അവർ മുന്നോട്ട് വെച്ചതും. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് ഈ 3 ദിവസത്തെ ഇന്ത്യയുടെ തിരിച്ചടി കൊണ്ട് തന്നെ മനസ്സിലായി കാര്യങ്ങൾ, മതിയായി കാര്യങ്ങൾ എന്നതുകൂടിയാണോ ഈ നീക്കത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അങ്ങനെ വേണം മനസ്സിലാക്കാൻ. കാരണം ഇന്ത്യയുമായി ദീർഘകാല യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാനാവില്ല എന്ന യാഥാർത്ഥ്യ ബോധം പാകിസ്ഥാന്റെ സൈനിക രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഉൾക്കൊണ്ടു എന്ന് വേണം ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. അത് മാത്രമല്ല, ഇന്ത്യ ആവശ്യപ്പെട്ട ചില ഉറപ്പുകൾ നൽകാൻ പാകിസ്ഥാൻ തയ്യാറാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. കിരൺ ബാബു വീണ്ടും ചേരുന്നു. കിരൺ, കൂടുതൽ എന്തെങ്കിലും പ്രതികരണങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇക്കാര്യത്തിൽ വിശദമായി തന്നെ ഒരു കുറിപ്പ് ഇട്ടിട്ടുണ്ട്. അതിൽ അദ്ദേഹം വളരെ കൃത്യമായി തന്നെ പറയുന്നു, താനും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് വാൻസും പലതവണ ഇന്ത്യയുമായും പാകിസ്ഥാനുമായും ചർച്ച നടത്തി. അങ്ങനെ ഇന്ത്യൻ പാകിസ്ഥാനി ഒഫീഷ്യൽസുമായിട്ടും ഇൻക്ലൂഡിംഗ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി, പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ്,
അഫയേഴ്സ് മിനിസ്റ്റർ എസ് ജയശങ്കർ, ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് പാകിസ്ഥാന്റെ ആർമി അസിം മുനീർ, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ, അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ടുമൊക്കെ ചർച്ച നടത്തി. ഐ ആം പ്ലീസ്ഡ് ടു അനൗൺസ് ദാറ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഹാവ് എഗ്രീഡ് ടു ഇമ്മീഡിയറ്റ് സീസ് ഫയർ ആൻഡ് സ്റ്റാർട്ട് എ ടാക്ക് ഓൺ ദി ബോർഡ് ഓഫ് സെറ്റ് ടു ഇഷ്യൂ അറ്റ് ന്യൂട്രൽ സൈറ്റ്. രണ്ടുപേരും വെടിനിർത്തലിന് തയ്യാറായെന്നും അത് ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ തന്നെ വെടിനിർത്തലിലേക്ക് പോവുകയാണെന്നും ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ഒരു സ്വതന്ത്രമായ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും രണ്ടുപേർ സമ്മതിച്ചു എന്ന് പറയുന്നു. കഴിഞ്ഞ 48 മണിക്കൂറായി ഇന്ത്യൻ പ്രധാനമന്ത്രിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ ആർമി ചീഫും പാകിസ്ഥാന്റെ ആർമി ചീഫും അതോടൊപ്പം തന്നെ ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അടക്കമുള്ളവരുമായി ചർച്ച നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അമേരിക്കയുടെ നേതൃത്വത്തിൽ അത്തരത്തിൽ ഒരു ചർച്ച രണ്ട് രാജ്യങ്ങളുമായും കഴിഞ്ഞ 48 മണിക്കൂറായി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനൊടുവിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് രണ്ട് രാജ്യങ്ങളും എത്തിയത് എന്ന് ഇപ്പോൾ അമേരിക്ക തീർച്ചയായും എന്തായാലും അതിൽ കൂടുതൽ സ്ഥിരീകരണം വരികയാണ്, കൂടുതൽ വിശദീകരണം വരികയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ മാർക്കോ റൂബിയോ ആരോടാണ് പാകിസ്ഥാനിൽ സംസാരിച്ചത് എന്ന് ആലോചിക്കണം. അവിടുത്തെ ഓക്കെ, മോഹൻ വർഗീസ് ഇപ്പോൾ ഇല്ല. എന്തായാലും കൂടുതൽ സ്ഥിരീകരണം വരികയാണ്. മാർക്കോ റൂബിയോയുടെ പോസ്റ്റോട് കൂടി ഏതാണ്ട് 48 മണിക്കൂർ നീണ്ടു നിന്ന ചർച്ചകൾക്കൊടുവിലാണ് ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തലിന് സന്നദ്ധമായത് എന്നൊരു കാര്യമാണ് സൂചിപ്പിക്കുന്നത്. കിരൺ, മാർക്കോ റൂബിയോ അസിം മുനീറിനോടാണ് സംസാരിച്ചത്. സാധാരണ അതൊരു അസാധാരണ നീക്കം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഈ നയതന്ത്ര തലത്തിൽ അങ്ങനെ ഒരു സേനാ മേധാവിയുമായ ഒരു ചർച്ച പതിവുള്ള കാര്യമായിരുന്നില്ല. പക്ഷേ അങ്ങനെ വരെ ഇടപെടൽ നടത്തി ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? സ്വാഭാവികമായും പാകിസ്ഥാനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട അധികാര കേന്ദ്രങ്ങളിലൊന്ന് പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ അവിടുത്തെ ആർമി ചീഫുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ചർച്ചകളൊക്കെ നടത്തുന്നത് ആ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അധികാര കേന്ദ്രങ്ങളുമായിട്ടാണ്. ഇന്ത്യയുമായി ചർച്ച നടത്തുമ്പോൾ പ്രധാനമന്ത്രിയുമായും എസ് ജയശങ്കറുമായും അതോടൊപ്പം തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുമൊക്കെ ചർച്ച നടത്തിയ കാര്യങ്ങൾ കൃത്യമായി തന്നെ അതിൽ പറയുന്നുണ്ട്. രണ്ട് ഇടത്തും ആരൊക്കെയാണോ പ്രധാനപ്പെട്ട ആളുകൾ അത്തരം ആളുകളുമായി തന്നെയാവും ചർച്ച നടത്തുക. അത് ചർച്ച നടത്തുന്നതിന് പ്രധാനമന്ത്രി ചർച്ച നടത്തുമ്പോൾ സ്വാഭാവികമായും ആരുമായിട്ടൊക്കെ ബാക്കി ചർച്ച നടത്തണം എന്നുള്ള കാര്യത്തിലൊക്കെ ആ രാജ്യത്തിന്റെ അഭിപ്രായം കൂടി മാനിച്ചു തന്നെയാവും ചർച്ച നടത്തിയിട്ടുണ്ടാവുക. അങ്ങനെ പ്രധാനമന്ത്രിയുമായി മാത്രം ചർച്ച നടത്തിയ തീരുമാനത്തിലേക്ക് പാകിസ്ഥാനിൽ പ്രത്യേകിച്ച് എടുക്കാൻ കഴിയില്ല. ഇന്ത്യയിൽ പോലും അത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പോലും നമ്മുടെ വിദേശകാര്യമന്ത്രിയുമായും അതോടൊപ്പം തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടും ഒക്കെ ചർച്ച നടത്തുന്നുണ്ട്. അത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും അതോടൊപ്പം തന്നെ മാർക്ക് റൂബിയോയുമാണ് ഇത്തരം ചർച്ചകളൊക്കെ നടത്തിയത്. JD വാൻസ് ഇത്തരത്തിൽ ഇടപെടുന്നു എന്നുള്ള വാർത്തകളൊന്നും അങ്ങനെ കാര്യമായി പുറത്തു വന്നിരുന്നില്ല. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് തന്നെ ഇടപെട്ടിട്ട് അത് പരാജയപ്പെട്ടാൽ എന്താവും അവസ്ഥ എന്നുള്ളതുകൊണ്ടാവും അത്തരം കാര്യങ്ങളൊക്കെ അവർ ഒരു ഔദ്യോഗിക പ്രതികരണമൊക്കെ നടത്താതിരുന്നത്. എന്തായാലും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് അതിശക്തമായ രീതിയിൽ തന്നെ ഇത് സ്ഥിരീകരിക്കുന്ന രീതിയിൽ തന്നെയാണ് അമേരിക്ക വാർത്ത നൽകുന്നത്. പാകിസ്ഥാനും അത് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഞങ്ങൾ ഇത് അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ള സ്ഥിരീകരണം പാകിസ്ഥാന്റെ ഭാഗത്തും പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയും ഞങ്ങൾ ഇത് അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ള സ്ഥിരീകരണം വന്നിരിക്കുന്നു. എങ്ങനെയാണ് ചർച്ച നടത്തിയതെന്നും വിശദമായി തന്നെ അമേരിക്ക പറയുന്നുണ്ട്. ഇനി വരാനുള്ള സ്ഥിരീകരണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നാണ്. അത് അല്പസമയത്തുള്ളിൽ ഇനി 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ, 10 മിനിറ്റിൽ താഴെ മാത്രമേ ഉള്ളൂ ഇന്ത്യയുടെ വാർത്താ സമ്മേളനം നടക്കാൻ. നമ്മൾ വളരെ നേരത്തെ തന്നെ പറഞ്ഞു ഇനിയൊരു ഇന്ത്യയിലേക്ക് ഏതെങ്കിലും തരത്തിലൊരു ടെറർ അറ്റാക്ക് ഉണ്ടായാൽ ആ ടെറർ അറ്റാക്കിനെ ഞങ്ങൾ ഇന്ത്യക്കെതിരായ ആക്രമണമായി കണക്കാക്കും, അതിനെ യുദ്ധമായി കണക്കാക്കും. ആ ആക്രമണമായിട്ടുള്ള യുദ്ധമായി കണക്കാക്കുമെന്നാണ്. യുദ്ധമായി കണക്കാക്കുന്നതും ഇന്ത്യക്കെതിരെ ടെറർ അറ്റാക്കായി കണക്കാക്കുന്നതും രണ്ടാണ്. യുദ്ധമായിട്ടാണ് കണക്കാക്കുന്നതെങ്കിൽ ഏത് തരത്തിലും പിന്നെ തിരിച്ചടിക്കുക മറ്റു രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തുക, ഇപ്പോൾ ചെയ്തതുപോലെയുള്ള സമവായ ശ്രമങ്ങളോ ആരാണ് ടെറർ അറ്റാക്ക് നടത്തിയത് എന്നതിനെ കുറിച്ച് ആലോചിക്കുക, അത് പറയുക, ബോധ്യപ്പെടുത്തുക. അങ്ങനത്തെ നടപടിക്രമങ്ങളൊന്നുമില്ല. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ യുദ്ധത്തിന് പിന്നീട് തിരിച്ചടിക്കുക എന്നുള്ള ഒറ്റ നയം മാത്രമാണുള്ളത്. അത്തരത്തിലേക്ക് ഞങ്ങൾ പോകും. ഇനിയൊരു പഹൽഗാം ആവർത്തിക്കരുത് എന്നുള്ള ഒരു സന്ദേശം, ഈ സീസ് ഫയറിലേക്കുള്ള നിർദ്ദേശങ്ങൾ ഇന്ത്യ അംഗീകരിച്ചു എന്നുള്ള വാർത്ത പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യ ഔദ്യോഗികമായി ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുകയാണ്, ഇന്ത്യ വ്യവസ്ഥ മുന്നോട്ട് വെക്കുകയാണ് എന്ന് വേണം നമുക്ക് കണക്കാക്കാൻ. ഇതെല്ലാം നമ്മുടെ ഊഹങ്ങളും പ്രതീക്ഷകളും മാത്രമാണ്. ഇതിനപ്പുറത്തേക്ക് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ മറുപടി വരേണ്ടതുണ്ട്. അത് ഔദ്യോഗികമായ സ്ഥിരീകരണം മറുപടി വരേണ്ടത് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ്. ആദ്യം അമേരിക്ക പ്രഖ്യാപിക്കുമെന്നും പിന്നീട് പിന്നീട് പാകിസ്ഥാൻ പ്രഖ്യാപിക്കുമെന്നും പിന്നീട് ഇന്ത്യ പ്രഖ്യാപിക്കുമെന്നും ഒക്കെ ചിലപ്പോൾ നേരത്തെ തീരുമാനിച്ചാവും. ഇത്തരം കാര്യങ്ങളൊക്കെ ആരാദ്യം ഇത് ലോകത്തോട് പറയണം എന്നൊക്കെ ഒരു ചർച്ചയിൽ ഒരു ധാരണയായി കഴിഞ്ഞാൽ ആര് ആദ്യം ഇത് ലോകത്തോട് പറയണം. അപ്പോൾ ചിലപ്പോൾ ഇന്ത്യ ആദ്യം പറഞ്ഞാൽ അത് പാകിസ്ഥാന് തിരിച്ചടിയാകുമോ, അല്ലെങ്കിൽ പാകിസ്ഥാൻ ആദ്യം പറഞ്ഞാൽ ഇന്ത്യക്ക് അതൊന്ന് മോശമാകുമോ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അമേരിക്ക ആദ്യം പറയുക, അതിനെ ആദ്യം പാകിസ്ഥാൻ അംഗീകരിക്കുക. കാരണം ഇന്ത്യയുടെ നിലപാട് തുടക്കം മുതൽ വ്യക്തമായിരുന്നു, ഞങ്ങൾ എപ്പോഴും സമാധാനത്തിന് തയ്യാറാണ്. ഇന്ത്യക്ക് നേരെ ഒരു ഭീകരാക്രമണം നടത്തി അതിന് ബദലായി പാകിസ്ഥാന്റെ സൈന്യത്തെയോ പാകിസ്ഥാൻ ജനത്തെ ആക്രമിക്കാതെ പാകിസ്ഥാൻ കേന്ദ്രമാക്കിയ ഭീകരതക്കെതിരെയുള്ള വാർ ലോകം അംഗീകരിച്ചാണ്. അതിന്റെ ഫലമായി പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ സോഴ്സസിനെ ഉദ്ധരിച്ചുകൊണ്ട് CNN ന്യൂസ് 18 നൽകുന്ന വാർത്ത
വെടിനിർത്തൽ കരാറിന്റെ തീരുമാനമായിരിക്കുന്നു എന്നതാണ് സോഴ്സസിനെ ഉദ്ധരിച്ചുകൊണ്ട് വരുന്ന വാർത്തയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വരാൻ ഇനി ഏതാണ്ട് 10 മിനിറ്റിൽ താഴെ സമയം മാത്രമേ ഉള്ളൂ. വാർത്താ സമ്മേളനം അപ്പോഴേക്ക് തുടങ്ങും. അതേസമയം തന്നെ ടർക്കിഷ് ഡ്രോൺ ഷോട്ട് ഡൌൺ ഇൻ നൌഷേര എന്ന ഒരു വാർത്ത കൂടി ദേശീയ മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. ആക്രമണവും ഒപ്പം തന്നെ സമാധാനവും എന്നതാണോ ഇനി ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. അതിർത്തിയിൽ വീണ്ടും പ്രകോപനം എന്ന തരത്തിൽ ചില വാർത്തകൾ വരുന്നുണ്ട്. അതിനിടയിൽ തന്നെയാണ് MEA സോഴ്സസിനെ ഉദ്ധരിച്ചുകൊണ്ട് സീസ് ഫയർ ഡീൽ ആയിട്ടുണ്ട് എന്ന കാര്യം CNN റിപ്പോർട്ട് ചെയ്യുന്നതും.